ഹായ് ഹലോ കൃഷ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാനും ചേട്ടനും കണ്ണനും കൂടി പോവാണ്. അപ്പോൾ വേറെ എവിടേക്കല്ല കേട്ടോ, ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് നാളായി വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് വ്യാസ കോളേജ് കേട്ടോ, വ്യാസ NSS കോളേജ്. എൻ്റെ വീട് വരവൂരാണ്, തൃശ്ശൂർ. ചേട്ടൻ്റെ വീട് തൃശ്ശൂർ തന്നെ, ആര്യമ്പാടം പുതുരുത്തി എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ കോളേജില്ലേ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, അതിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഈ വ്യാസ വഴി ആണ് വരവൂരിക്ക് പോകാറ്. അപ്പോൾ കുറേ നാളായിട്ടോ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഈ പോക്കിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഞങ്ങൾ അവിടെ അമ്പലത്തിലൊരു ചുറ്റുവിളക്കുണ്ട്, അപ്പോൾ മോൻ്റെ പേരിലുള്ള വഴിപാടാണ്. അപ്പോൾ അത് ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം പോണത്. അപ്പോൾ നല്ല രസമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോറസ്റ്റ് ഏരിയയാണ്, അവിടെ ഭയങ്കര കൂളിംഗ് ആയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു പ്ലേസ്. ഇവിടെ ഇതിനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. രണ്ട് സൈഡും കാടാണ്, അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും ഒരു കൂളിങ്ങൊക്കെ ആയിട്ട് നല്ല രസമാണ്. ആദ്യമൊക്കെ ഈ ഭാഗത്തുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട്, കാരണം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേണിങ് ഉണ്ട്. അതൊരു ഇത്തിരി വലിയ ടേണിങ്. ആ ടേണിങ്ങിൽ തന്നെ ഒരു വലിയ കുളമുണ്ട്. ആ കുളം ഫുള്ള് ഈ പായൽ പിടിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും കാണില്ല, ഫുള്ള് പായൽ മാത്രമേ കാണുള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് ചെറുതിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ഭാഗത്തുമ്പോൾ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ, ഒരു കൂളിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പം അങ്ങനെ വരവൂരെത്താറായിട്ടോ, ഇനി അധികം ഇല്ല വീടെത്താൻ. അപ്പോൾ പോണ വഴിക്ക് കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ ചോദിച്ചിട്ട് അവിടെ നിർത്തി ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, കരിമ്പ് ജ്യൂസ് വേണോ ഇളനീര് വേണോ. ലാസ്റ്റ് കരിമ്പ് ജ്യൂസിൽ തന്നെ എത്തി. കണ്ണപ്പനും ജ്യൂസ് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണപ്പന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊരു മടി. പിന്നെ അങ്ങനെ അവന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അച്ഛനുള്ള ദിവസമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടെ അവനും ഉണ്ടാവും. അപ്പോൾ അവൻ ജ്യൂസ് അടിക്കണതൊക്കെ നോക്കി നിൽക്കുക. അവൻ അങ്ങനെ കണ്ടിട്ടില്ല കരിമ്പ് ജ്യൂസ്. കരിമ്പ് ജ്യൂസ് അങ്ങനെ കുടിച്ചിട്ടില്ല അവൻ. അപ്പോൾ അതെന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആൾ. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അവനതൊന്നും ശ്രദ്ധയില്ല, അവൻ ആ ജ്യൂസ് അടിക്കണത് തന്നെ അതെന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ വേറൊരു ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണപ്പൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കണതിന് ഒന്ന് നീക്കി നിർത്താൻ പറയുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അവനോടാണെങ്കിൽ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവൻ അങ്ങനെ ഓടിപ്പോവുക അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കുട്ടികളല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് അവർ ഓടുക എന്നുള്ളത്. അങ്ങനെ അവന് പേടിയാണ് പൊതുവേ. വണ്ടികളൊക്കെ വരുമ്പോൾ അവൻ തന്നെ പറയും സൈഡിലേക്ക് നിൽക്കണം അമ്മയെ, സൈഡിലേക്ക് നിൽക്കണം അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ. അങ്ങനെ ജ്യൂസ് എത്തിയപ്പോൾ അവൻ തന്നെ ചേട്ടൻ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവന് തന്നെ കുടിക്കണമെന്ന് പറഞ്ഞ് കുടിക്കേണ്ട ഇഷ്ടമായി തോന്നുന്നുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷേ ലാസ്റ്റ് കുറച്ച് ബാക്കിയാക്കി കേട്ടോ, അത് ജ്യോതിയേട്ടൻ കുടിക്കേണ്ടി വന്നു. എനിക്കൊരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വരവൂരെത്തി. ഈ മക്കാം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളുടെ നാട്ടിലെ വരവൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഇവിടുത്തെ നേർച്ചയൊക്കെ ഭയങ്കര ഫേമസാണ്. എവിടെ നിന്നൊക്കെയാ ആളുകൾ വരിക അറിയോ, ഭയങ്കര വിശ്വാസം. ഞാനൊരു വട്ടം പോയിട്ടുണ്ട് കേട്ടോ അവിടെ, എൻ്റെ കല്യാണത്തിന് മുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കാണുക പാടങ്ങളായിരിക്കും കേട്ടോ. ഫുള്ള് ഒരു ഗ്രാമ ഏരിയ. ചേട്ടൻ്റെ വീടായാലും എൻ്റെ വീടായാലും ഒരു ഗ്രാമം ഏരിയയാണ്. അപ്പോൾ ഫുള്ള് പാടം, അമ്പലം, പള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിറയുണ്ടായിരിക്കും. അപ്പോൾ വീടെത്താറായപ്പോഴാണ് ഓർമ്മ ATMലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ തളിക്ക്, അങ്ങനെ ഇവിടുന്ന് കുറച്ചും കൂടെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നേരെ തളിയിൽ പോയിട്ട് ATM പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നേരെ ATMക്ക് വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വരവൂർ പുതിയ പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പെട്രോൾ പമ്പും ATMും ഇല്ലായിരുന്നു വരവൂർ. അപ്പോൾ പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് വരുന്ന വഴിക്കാണ് ഇവിടെ പള്ളി പെരുന്നാളായിരുന്നു. ഇന്നലെ ആയിരുന്നു പെരുന്നാൾ. ഇന്നലെയും ഇന്ന് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വന്നിരിക്കുകയാണെങ്കിൽ പെരുന്നാളും കൂടി കാണാമായിരുന്നു. എനിക്കത് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ലൈറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടപ്പോഴാണ് അത് ഓർമ്മ വന്നത്. പിന്നെ കണ്ടില്ലേ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അടുത്ത അമ്പലം
ഇത് ശിവക്ഷേത്രമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരു അമ്പലമാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടിൽ ആ പാടത്തിൻ്റെ നടുക്കൊരു അമ്പലം കാണാം, ഭഗവതി ക്ഷേത്രം. ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ 2 സൈഡും 2 ശിവക്ഷേത്രങ്ങളാണ്. അങ്ങനെ അപ്പോൾ ഭയങ്കര നല്ല വലിയ പൂരമൊക്കെയാണ് കേട്ടോ വരൂർ പാലക്കൽ കാർത്തിക വേല. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇതാ നേരെ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. വീട്ടിലെത്തിയ ഉടനെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞത് അച്ഛനും അമ്മയും പിന്നെ എൻ്റെ വല്യമ്മയുണ്ട്. അവരൊക്കെ ഇരുന്നിട്ട് കണ്ണൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് അവർ. കുറച്ച് നാളായി, ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ വീട്ടിൽ വന്ന്. പക്ഷെ എന്നാലും കുറേ നാൾ കഴിഞ്ഞ് എത്തിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ കണ്ണപ്പൻ അമ്മേനെയായിട്ട് ഭയങ്കര കളിയാണ്. അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടത്. അമ്മേനായിട്ട് ഗുസ്തി കൂടുക, എന്നിട്ട് അമ്മേനെ മറച്ചിടുക, എന്നിട്ട് അമ്മയുടെ മേല് കയറിയിരിക്കുക. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. അവൻ അമ്മേനെ അമ്മൂമ്മ എന്നൊന്നും വിളിക്കില്ല കേട്ടോ. അവൻ ആൻമ എന്നായിരുന്നു ചെറുപ്പത്തിലേ അവൻ വിളിച്ചിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ ആനു എന്നാണ് വിളിക്കുക അമ്മേനെ. അമ്മൂമ്മ എന്നൊന്നും വിളിക്കില്ല. ആനു എവിടെ അങ്ങനെ ചോദിച്ചിട്ട് നടക്കുള്ളൂ. അങ്ങനെ ഉച്ചയ്ക്കൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി റെഡിയാവുകയാണ്. കണ്ണനെ ഒന്ന് മുടി വെട്ടണം. അവൻ്റെ മുടി നല്ലോണം വളർന്നുണ്ട്, അപ്പോൾ അതൊന്ന് വെട്ടണം. അതിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ വരുന്നില്ല, അവൻ ഇവിടെ നിന്ന് കളിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ചായക്കടയിലേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ സമ്മതിച്ചു. അപ്പം എന്നാൽ പോവുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ചായക്കടയിൽ എത്തിയപ്പോഴേക്കും അവൻ പകുതി ഉറങ്ങിയ പോലെ ആയിരുന്നു കേട്ടോ. ഇന്ന് പകലവ ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങാറുണ്ട്. ഇന്ന് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ അവരായിട്ട് കളിയും ഇതൊക്കെ ആയിട്ട് അവ ഉറങ്ങിയില്ല. അപ്പോൾ ചായക്കടയിൽ എത്തിയപ്പോഴേക്കും മുഖമൊക്കെ ഇരിക്കണുണ്ടല്ലോ, ഉറക്കം വന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. ചായ വന്നിട്ടും അവൻ അങ്ങനെ നോക്കിയിരിക്കുക. അവൻ ചായ അല്ല, അവന് ബൂസ്റ്റാണ് വാങ്ങിയ കേട്ടോ. അല്ലെങ്കിൽ കിട്ടിയ ഉടനെ എടുത്ത് കുടിക്കണതാണ്. അവൻ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടുന്ന് വല്യച്ഛനാണ് ഇവിടെ ഹോട്ടലിൽ വല്യച്ഛനുണ്ട്. അപ്പോൾ വല്യച്ഛൻ കടികളൊക്കെ കൊണ്ടുവന്ന് തന്നു. അതൊന്നും കഴിക്കണില്ല, ഒരു ഉഷാറില്ല, അങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ അവിടെ ചളിയിലെത്തിയപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. വിളിച്ചു നോക്കി പറഞ്ഞ ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയിക്കുകയായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഇവിടെ ഫുള്ള് ഓടി നടന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. അവനവിടെ കളിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഇവിടെ ആൾ വന്നു. അപ്പോൾ കയറിയിരുന്നു കേട്ടോ. മുടി വെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വന്ന് കയറിയിരിക്കും, നല്ല ഇഷ്ടമാണ് അവന്. പക്ഷെ ആ ട്രിമ്മർ വയ്ക്കുമ്പോൾ അവന് ഇക്കിളിയാവും. അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കരച്ചിലൊന്നും ഉണ്ടാവാറില്ല. മുടി വെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ മുടി വെട്ടാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓരോരോ പാട്ട് വരുമ്പോൾ ഇത് കണ്ണൻ്റെ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മുടി വെട്ടുന്ന സമയത്ത് ഞാനും കൂടെ വരും. ജ്യോതിയേട്ടൻ പറയും നീയും പോകുന്നോ, അഥവാ എങ്ങാനും കരഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചിട്ടാണ് പോവുക. പക്ഷേ ഇതേവരെ അവ അങ്ങനെ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ടൈം മുട്ടടിക്കുമ്പോൾ മാത്രം ഭയങ്കര കരച്ചിലായിരുന്നു. അന്ന് മാത്രമാണ് നമുക്ക് ആകെ വിഷമമായത്. അങ്ങനെ ഇന്നിപ്പോൾ മുട്ട അടിക്കണം എന്ന് പറഞ്ഞതായിരുന്നു ജ്യോതിയേട്ടൻ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട ജ്യോതിയേട്ടാ, ഇനിയിപ്പോൾ നല്ല വേനൽ വരുമല്ലോ, അപ്പം മുട്ട അടിക്കാമെന്ന് പറഞ്ഞു. അവൻ എന്തായാലും ഒരു വട്ടം കൂടി മുട്ട അടിക്കണം. ആകെ ഒരു വട്ടം അവൻ മുട്ട അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാർബർ ഷോപ്പത്തെ ചേട്ടനും പറഞ്ഞു മുടി ഒന്നും കൂടി മുട്ട അടിക്കും കേട്ടോ, കനം കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മാർച്ച് ആ ഒരു ടൈമിൽ മുട്ട അടിക്കാമെന്ന് വിചാരിക്കണേ. അങ്ങനെ മുടി വെട്ടാനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ട്രിമ്മർ വയ്ക്കുമ്പോൾ അവന് കിക്കിളിയാവും. അപ്പോൾ അങ്ങനെ തല പിടിച്ച് അനങ്ങും. അപ്പോൾ ജ്യോതിയേട്ടൻ പിടിച്ചു കൊടുക്കുക. അവിടുന്ന് മുടി വെട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീണ്ടും കളിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അവൻ.
അമ്മ അച്ഛൻ അവിടെ നിൽക്ക് കണ്ണ അവിടെ കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഓടിക്കളിക്കാൻ നിൽക്കുക. അപ്പം നീ ഇവിടെ നിന്നോന്നാ ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ വേഗം ഓടി വന്ന് വണ്ടിയുമ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവൻ പറയും എന്നോട് അവിടെ നിന്നോളാൻ. അങ്ങനെ ഇതാ വീട്ടിലെത്തിയപ്പോഴേക്കും ശ്രുതി ചേച്ചി, സുരേഷ് ഏട്ടൻ, അജു ഏട്ടൻ അവരൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സാണ് കേട്ടോ. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചായ കുടിച്ചു. പിന്നെ ഇന്ന് രാത്രി അച്ഛൻ ചിക്കൻ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കനായിരുന്നു, ചില്ലി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടി ചോറുണ്ട്, കൂർക്കൊപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നല്ലോ. അപ്പോൾ അത് കണ്ട് ഇങ്ങനെ ഇരുന്നു. ഞാനും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.